Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം. ആമേൻ. പാപിയായ മനുഷ്യൻ എങ്ങനെ നീതീകരണം പ്രാപിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് തിരുവചനത്തിൽ വ്യക്തമായ വിശദീകരണമുണ്ട്. അതിൻ്റെ രത്നചുരുക്കം ഇതാണ്: യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നീതീകരണം സാധിക്കൂ. ഹല്ലേലൂയ. പുണ്യ പ്രവൃത്തികളാൽ നീതീകരണം സാധ്യമാകുന്നതല്ല. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയം ഒട്ടേറെ വിവാദങ്ങൾക്ക്, തെറ്റിദ്ധാരണകൾക്കും കാരണമായിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് തന്നെ വഴിവെച്ചത് ഈ വിഷയമാണെന്ന് പറയാം. യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം പാപിക്ക് നീതീകരണം പ്രാപിക്കുവാൻ കഴിയില്ലെന്നും അതിന് വിവിധ കർമ്മങ്ങളും കൂദാശകളും ആവശ്യമാണെന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ നിലപാടിനോട് യോജിക്കാൻ മാർട്ടിൻ ലൂതറിന് കഴിഞ്ഞില്ല. നീതീകരണം എന്നത് യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രം സാധിക്കേണ്ടതാണെന്നും കർമ്മങ്ങളോ കൂദാശകളോ അതിന് ഇല്ലെന്നും ലൂതർ പഠിപ്പിച്ചു. അത് ഒരു പിളർപ്പിന് കാരണമായി. ബൈബിൾ മാത്രമാണ് ദൈവവചനം, യേശുവിലൂടെ മാത്രമാണ് രക്ഷ, അത് കൃപയാൽ മാത്രം ലഭിക്കുന്നതാണ്, നീതീകരണം വിശ്വാസത്താൽ മാത്രമേ സാധ്യമാക്കൂ എന്നിങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് നേതാക്കന്മാർ പഠിപ്പിച്ചത്. ഇതാണ് ശരിയായ നിലപാടെന്ന് ബൈബിൾ പഠിച്ചാൽ വ്യക്തമാക്കും. ആമേൻ. ഈ വിഷയം ദൈവശാസ്ത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ വിശ്വാസത്തിന് ആധാരമായ വാക്യങ്ങൾ കൂടി ഉദ്ധരിക്കാം. പ്രൈസ് ദി ലോർഡ്. 1. പാപിയായ മനുഷ്യനെ നീതീകരിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? റോമാലേഖനം 8:23. ആമേൻ. 2. വിശ്വാസത്താൽ മാത്രമേ നീതീകരണം സാധിക്കൂ. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും യേശുവിനാൽ ആമേൻ നീതീകരണപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 39-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരണം പ്രാപിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരോട് പൗലോസ് പറയുന്നു, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുകൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. ആമേൻ. ഗലാത്യ ലേഖനം 2:16 നാം വായിക്കുന്നു. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. ഗലാത്യ ലേഖനം 3:11 അത് വായിക്കുന്നു. ഹല്ലേലൂയ. പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവാണ്. പക്ഷേ മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം മനുഷ്യനെ തികച്ചും സൗജന്യമായി നീതീകരിക്കുവാനുള്ള പദ്ധതി ഒരുക്കി. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം മനുഷ്യനെ നീതീകരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5:1. ആമീൻ. 3. നീതീകരണം ദൈവകൃപയാൽ മാത്രമാണ് നടക്കുന്നത്. കൃപയാൽ ആണെങ്കിൽ പ്രവൃത്തിയാൽ അല്ലെന്ന് വ്യക്തം. കാരണം പ്രവൃത്തിയാലെങ്കിൽ കൃപ ആവശ്യമില്ല. ഈ വിഷയത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. റോമാലേഖനം 11:6 നാം വായിക്കുന്നു. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് കൂലി ലഭിക്കുന്നത് കൃപയാലല്ല, അവകാശമെന്ന നിലയ്ക്കാണ്. എന്നാൽ അനർഹർക്ക് തികച്ചും സൗജന്യമായി നൽകപ്പെടുന്നതാണ് കൃപ. അനർഹർക്ക്
തികച്ചും സൗജന്യമായി നൽകപ്പെടുന്നതാണ് കൃപ. അതുകൊണ്ടാണ് നീതീകരണം സൗജന്യമാണെന്ന് പറയുന്നത്. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമാലേഖനം 3:24. ആമേൻ. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ ചർമ്മികളെയും നീതീകരിക്കുന്നു. റോമാലേഖനം 3:30. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നാലാമതായി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടും. ആമീൻ. റോമാലേഖനം 5:9. ആമീൻ. അഞ്ചാമതായി ആദ്യ മനുഷ്യനായ ആദമിന്റെ ലംഘനത്താൽ സകല മനുഷ്യരും പാപികളായി തീർന്നു. അതുപോലെ യേശുക്രിസ്തു എന്ന ഏകന്റെ അനുസരണത്താൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഏവരും സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. റോമാലേഖനം 5:18-19 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഈ വിഷയം വ്യക്തമാക്കാൻ ഇങ്ങനെ നിരവധി വാക്യങ്ങളുണ്ട്. പക്ഷേ സ്ഥലപരിമിതി ആമീൻ മൂലം കൂടുതൽ വിശദീകരിക്കുന്നില്ല. എങ്കിലും വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് ലളിതമായ ഭാഷയിൽ ചില വസ്തുതകൾ കൂടി പറയേണ്ടതുണ്ട്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്ന നിലപാട് ഹിന്ദുമതത്തിൽ മാത്രമല്ല ഭൂരിപക്ഷം ലോകമതങ്ങളിലും ഉണ്ട്. നല്ല പ്രവൃത്തികൾ ചെയ്ത് രക്ഷ നേടുക എന്നതാണ് ഈ വിശ്വാസത്തിന്റെ കാതൽ. പാപവും പുണ്യവും ദൈവം ത്രാസിന്റെ ഓരോ തട്ടുകളിൽ വെച്ച് എന്നും പാപമാണ് കൂടുതലെങ്കിൽ നരകത്തിലേക്കും പുണ്യമാണ് കൂടുതലെങ്കിൽ സ്വർഗത്തിലേക്കും അയക്കുമെന്നതാണ് പൊതുവെയുള്ള ധാരണ. ഈ തെറ്റിദ്ധാരണ മൂലം സ്വർഗത്തിൽ പോകാനായി പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവർ നിരവധിയായി. പക്ഷേ ഇതൊന്നുമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെടാനായി പുണ്യപ്രവൃത്തികൾ ചെയ്യുക എന്നല്ല, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുക എന്നാണ് ആമീൻ ബൈബിൾ പറയുന്നത്. സകല മനുഷ്യരും പാപികളാണ്. മനുഷ്യരുടെ നീതി പ്രവൃത്തികളെ അല്ല ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ. ആമീൻ. മനുഷ്യരുടെ നീതി പ്രവൃത്തികളെല്ലാം ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ ആണ് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64:6 വാക്യത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് നീതി പ്രവർത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ നിത്യജീവൻ പ്രാപിക്കുവാനോ കഴിയുന്നതല്ല. നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അബ്രഹാമിന്റെ പ്രവൃത്തി പൗലോസും യാക്കോബും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയുവിൻ. ഗലാത്യ ലേഖനം 3:6-7 വാക്യങ്ങൾ. നീതീകരണത്തിന് ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നീതീകരണത്തിന് പ്രവൃത്തിയല്ല വിശ്വാസമാണ് ആധാരമെന്ന് പൗലോസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ യാക്കോബ് ഇതിന് വിപരീതമായി നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും സത്യമതല്ല. രണ്ടുപേരും പറയുന്നത് ഒന്ന് തന്നെ. യാക്കോബ് പറയുന്നത് ഇതാണ്: നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്. യാക്കോബിന്റെ ലേഖനം 2-ാം 21 നീതീകരണം വിശ്വാസത്താലല്ല പ്രവൃത്തിയാലാണ് ലഭിക്കുന്നത് എന്നല്ലേ യാക്കോബ് പറയുന്നത്? അമേൻ എന്ന് സംശയം തോന്നാം. പക്ഷേ യാക്കോബ് നൽകുന്ന വിശദീകരണം കൂടി പരിശോധിക്കുമ്പോൾ വിഷയം വ്യക്തമാകുന്നതാണ്. ആമേൻ. അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേര് പ്രാപിച്ച അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു നിങ്ങൾ കാണുന്നു. യാക്കോബ്
ലേഖനം 2-ാം അധ്യായം 22, 23, 24 വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നു. എന്താണ് യാക്കോബ് പറയുന്നത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പക്ഷേ അതോടെ എല്ലാം പൂർണ്ണമായി എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ചത്തതാണ്. അബ്രഹാമിന്റെ ജീവിതം തന്നെ ഉദാഹരണമായെടുത്ത് ഈ വിഷയം പഠിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ ആമേൻ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ആമേൻ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 12-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. വിശ്വാസവും പ്രവൃത്തിയും, പ്രൈസ് ദി ലോർഡ്, തമ്മിലുള്ള ബന്ധം ഇവിടെ വ്യക്തമാകുന്നു. സ്വന്തം ദേശം വിട്ട് പുറപ്പെടാൻ ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം ചില വാഗ്ദത്തങ്ങളും ദൈവം അബ്രഹാമിന് നൽകുന്നുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, പക്ഷേ സ്വന്തം ദേശം വിട്ട് പുറപ്പെടുന്നുമില്ല എന്നിരിക്കട്ടെ. അത്തരം ഒരു വിശ്വാസം നീതീകരണത്തിന് കാരണമാകുമോ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നതിന്റെ തെളിവാണ് തുടർന്നുണ്ടായ പ്രവൃത്തി. ആമീൻ. ആ പ്രവൃത്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസം ചത്തതാകുമായിരുന്നു. അങ്ങനെ വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെടുമ്പോഴാണ് വിശ്വാസം ജീവനുള്ളതാകുന്നത്. ചത്ത വിശ്വാസം ആരെയും രക്ഷിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അന്യ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുകയില്ല. കാരണം അവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ അന്യ ദൈവത്തെ ആരാധിക്കുകയില്ലായിരുന്നു. യാക്കോബ് പറയുന്നതും ഇത് തന്നെ. മകനെ യാഗം കഴിക്കാൻ ദൈവം കൽപ്പിച്ചപ്പോൾ അബ്രഹാം അത് ചെയ്യാൻ തയ്യാറായി. അബ്രഹാമിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു. അവന്റെ വിശ്വാസം ജീവനുള്ളതാണെന്ന് തെളിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന പേരിന് അർഹനായി തീർന്നു. ഇക്കാലത്ത് ആമേൻ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് ജീവനുള്ള വിശ്വാസത്താലാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് നീതീകരണം പ്രാപിക്കുന്നത്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവനിൽ അതിനനുസൃതമായ പ്രവൃത്തി ഉണ്ടാകും. അഥവാ പ്രവൃത്തി ഉണ്ടായില്ലെങ്കിൽ അവൻ വിശ്വസിച്ചില്ല എന്ന് തീർച്ച. ആമേൻ. വിശ്വാസത്താൽ ഉണ്ടാകുന്ന പ്രവൃത്തിയും വിശ്വാസം കൂടാതെ ഉണ്ടാകുന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസവും നാം തിരിച്ചറിയണം. ഉദാഹരണത്തിന്, നിരവധി ആളുകൾ സാധുക്കളെ സഹായിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ദയ, പരോപകാരം, ആമീൻ, താൽപരത തുടങ്ങിയ മൂലം സാധുക്കളെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് ഒരു കൂട്ടർ. ഏതെങ്കിലും അന്യദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടോ ഒരു ദൈവത്തിലും വിശ്വസിക്കാതെയോ സാധുക്കളെ സഹായിക്കുന്നവരുണ്ട്. രണ്ടു കൂട്ടരും ചെയ്യുന്നത് സൽപ്രവൃത്തിയാണെന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ആമീൻ, പ്രൈസ് ദി ലോർഡ്, രണ്ട് കൂട്ടരുടെയും സൽപ്രവൃത്തി നീതീകരണത്തിന് കാരണമാകുന്നില്ല. ആമീൻ. എന്നാൽ യേശുവിൽ വിശ്വസിച്ച ശേഷം ചെയ്യുന്ന സൽപ്രവൃത്തി ഒരുവന്റെ വിശ്വാസം ജീവനുള്ളതാണെന്ന് തെളിയിക്കുന്നു. ഈ വിശ്വാസം മൂലം നീതീകരണം ലഭിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് മത്തായി സുവിശേഷം 25:40 നാം വായിക്കുന്നു. എന്ന് കർത്താവ് പറഞ്ഞത് തെറ്റാണെന്ന് വരുമല്ലോ എന്നൊരു ചോദ്യമുണ്ട്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗമാണിത്. ഈ സംഭവം അന്ത്യന്യായവിധി ദിവസം നടക്കുന്നതാണെന്ന് കരുതിയാണ് പലരും ദുർവ്യാഖ്യാനത്തിന് മുതിരുന്നത്. ഇത് അന്ത്യന്യായവിധി അല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ആമീൻ അതിലുള്ള ഉത്തരം?
അവിടെ തന്നെയുണ്ട്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. മത്തായിയുടെ സുവിശേഷം 25:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരെയും രക്ഷിക്കപ്പെടാത്തവരെയും ഒന്നിച്ചു നിർത്തി ന്യായം വിധിക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ സംഭവം എപ്പോഴാണ് നടക്കുന്നത്? അതിനുള്ള ഉത്തരം യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങളിലുണ്ട്. ഞാൻ യഹൂദരുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം ആമീൻ നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. ആമീൻ. കർത്താവായ യേശു ക്രിസ്തു എതിർ ക്രിസ്തുവിനെ തോൽപ്പിച്ച ശേഷം 1000 ആണ്ട് വാഴ്ച നടത്തുന്നതിന് മുമ്പായി നടത്തുന്ന ന്യായവിധിയാണിത്. ആമേൻ. പലസ്തീൻ നാടിന് ചുറ്റുമുള്ള ജാതികളാണ് വിധിക്കപ്പെടുന്നത്. അവരെയാണ് ചെമ്മരിയാടുകളും കോലാടുകളും എന്നതുപോലെ വിഭജിക്കുന്നത്. യേശുവിൻ്റെ സഹോദരന്മാർ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്നത് യഹൂദരാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എതിർ ക്രിസ്തുവിന്റെ 7 വർഷം നീളുന്ന ഭരണത്തിന്റെ അവസാനത്തെ 3.5 വർഷം യഹൂദർ ഏറെ പീഡകൾ സഹിക്കേണ്ടതായി വരും. അക്കാലത്തെ അവർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളിൽ അഭയം പ്രാപിക്കും. അപ്പോൾ ചില രാജ്യങ്ങൾ അവരെ സഹായിക്കും, മറ്റു ചിലർ ഉപദ്രവിക്കുകയും യഹൂദർക്ക് സഹായം ചെയ്ത ജാതികളാണ് ചെമ്മരിയാടുകൾ. അവരോട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ആമേൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ ആമേൻ നിന്നെ വിശന്ന് കണ്ടിട്ടുണ്ട്, ഭക്ഷിക്കുവാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിക്കുവാൻ തരികയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ടോ ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. യേശുവിൻ്റെ സഹോദരന്മാരായ യഹൂദന്മാർ എതിർ ക്രിസ്തുവിൻ്റെ പീഡ ഭയന്ന് അന്യരാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചപ്പോൾ അവരെ ജാതികൾ സഹായിച്ച കാര്യമാണ് കർത്താവ് പറയുന്നത്. അപ്രകാരം സഹായം ചെയ്തവരെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കാൻ കർത്താവ് അനുവദിക്കുന്നു. പക്ഷേ യഹൂദരെ ഉപദ്രവിച്ച ജാതികളെ നിത്യ നരകത്തിലേക്ക് വിടുന്നു. ഹല്ലേലൂയ. ഒറ്റ നോട്ടത്തിൽ അന്ത്യ ന്യായവിധിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള ആമേൻ വേദഭാഗമാണിത് എന്നത് ശരി തന്നെ. സാധുക്കളെ സഹായിച്ചാൽ സ്വർഗത്തിൽ പോകാം എന്ന് തെറ്റിദ്ധാരണയ്ക്ക് ആമേൻ ഈ വാക്യം വഴി വയ്ക്കുന്നു. പക്ഷേ ദൈവവചനം വസ്തുനിഷ്ഠമായി പഠിച്ചാൽ തെറ്റിദ്ധാരണ മാറ്റാവുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വചനങ്ങളാൽ ഞാൻ പ്രസ്താവിച്ചതിനാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അതെ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയ ഗാനത്തിൻ്റെ രണ്ടാമത്തെ 2 ചാൻസ് അവിടെ പാടുവാനുണ്ട്. അത് ഞാൻ പാടുന്നു. കേട്ട് പഠിക്കുന്നവർക്ക് അനുഗ്രഹമാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഭൂമി മുഴുവൻ തൻ നീതിന്യായം ദയയും വിശ്വസ്തതയും, ഭൂമി മുഴുവൻ തൻ
നീതി ന്യായം ദയയും വിശ്വസ്തതയും നേരുള്ളവർ തൻ വചനത്തിങ്കൽ സ്തോത്രം ചെയ്യും. നേരുള്ളവർ തൻ വചനത്തിങ്കൽ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രമെന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രമെന്നു. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. നീതി ന്യായം ഇഷ്ടപ്പെടുന്നവൻ ദയയാൽ നിറച്ചിടുന്നു. നീതി ന്യായം ഇഷ്ടപ്പെടുന്നവൻ ദയയാൽ നിറച്ചിടുന്നു. അവൻ നമ്മുടെ ദൈവം തന്നെ. മഹത്വമീൻ. അവൻ നമ്മുടെ ദൈവം തന്നെ. മഹത്വമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രമെന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രമെന്നു. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമല്ലോ. നീതിമാന്മാരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതീകരണം പ്രാപിച്ചവരായി ദൈവസന്നിധിയിലായിരിക്കാൻ ഈ ലോകത്തിൽ നമുക്കിടയാകട്ടെ. അതിനായി എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ കർത്താവേ, അവിടുത്തെ വചനപ്രകാരം നീതീകരണം പ്രാപിച്ച് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവേ, നിന്റെ മക്കൾ ഒന്നിച്ചുകൂടി തിരുമേനി ആരാധിച്ച് നീതീകരിക്കപ്പെട്ട നീതിമാന്മാരായ അവിടുന്ന് കണക്കെടുത്ത് കർത്താവെ കണക്കുകൂട്ടി അനുഗ്രഹിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന വചനം കേട്ടവരെ അനുഗ്രഹിച്ച് നീതീകരണത്തിലേക്ക് നയിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.